വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തടയാൻ ബാധ്യസ്ഥരായ ഭരണകൂടങ്ങൾ അത് ചെയ്യാതെ പകരം 1-2 ലക്ഷം രൂപ നൽകി മനുഷ്യനുണ്ടാവുന്ന ജീവനാശത്തിന് പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പ്രശസ്ത സാഹിത്യകാരൻ ഒ.കെ. ജോണി. വന്യജീവികൾ നാട്ടിലിറങ്ങുന്നതിന്റെ ലളിതമായ കാരണം പോലും പഠിക്കാതെയുള്ള താൽക്കാലിക പരിഹാരമാണ് നാട്ടിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ കർഷക പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ ആരംഭിച്ച ദ്വിദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി വയനാട് ജില്ലാ കർഷക പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ച ദ്വിദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാഹിത്യകാരൻ ഒ.കെ. ജോണി. മനുഷ്യർക്ക് ആപത്തുണ്ടാകുന്ന സാഹചര്യങ്ങളെ തടയാനുള്ള പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണകൂടങ്ങൾ അത് ചെയ്യാതെ പകരം 1-2 ലക്ഷം രൂപ കൊടുത്ത് ഈ മനുഷ്യനുണ്ടാകുന്ന ജീവനാശത്തിന് പരിഹാരം കാണാമെന്നാണ് ഇത്ര നാളും ഇപ്പോഴും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗാക്രമണത്തിന് പരിഹാരം കാണാതെ പൊടിക്കൈകളാണ് ഭരണകൂടങ്ങൾ നടപ്പാക്കുന്നതെന്നും ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അക്കാദമിക്കൽ വാക്കാണെന്നും യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങളാണ് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ആക്രമണം നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, വനാതിർത്തിയിൽ മെറ്റൽ വേലിയോടുകൂടിയ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുക, വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും വെള്ളവും ഉറപ്പാക്കുക, വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് സ്ഥിരം ജോലിയും നൽകുക, നശിപ്പിക്കപ്പെടുന്ന വിളകൾക്കും കൊല്ലപ്പെടുന്ന കന്നുകാലികൾക്കും കമ്പോള വിലയ്ക്ക് തുല്യമായ നഷ്ടപരിഹാരം നൽകുക, നിലവിലുള്ള അപേക്ഷകളിന്മേൽ ഉടനടി നഷ്ടപരിഹാരം നൽകുക, വന്യമൃഗശല്യം കാരണം കൃഷിഭൂമി തരിച്ചിടേണ്ടി വരുന്ന കർഷകർക്ക് വരുമാന നഷ്ടം നികത്താൻ സഹായത്തുക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദ്വിദിന സത്യാഗ്രഹ സമരം നടത്തുന്നത്. സമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, സെക്രട്ടറി വി.കെ. സദാനന്ദൻ, ദേവസ്യ പുറ്റനാൽ തുടങ്ങിയവർ സംസാരിച്ചു. സത്യാഗ്രഹം നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ബത്തേരി.